പറക്കം തെളിക എന്ന സിനിമയിലെ ഹരിശ്രീ ഷോയുടെ പാസ്പോർട്ട് കടിച്ചു കീറിയ ഒരുത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ശരിക്കും നമ്മളും ഈ എലികളും തമ്മിലുള്ള ബന്ധം എന്നത് മനുഷ്യന്മാർ ഗുഹകളിൽ താമസിക്കാൻ തുടങ്ങിയ സമയത്താണോ അതോ മനുഷ്യന്മാർ ഒരേ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയ സമയത്താണോ എന്ന് അറിയില്ല. അതേപോലെ മനുഷ്യന്മാരും എലികളും തമ്മിലുള്ള ബന്ധം എന്നത് ഏത് ചരിത്ര പുസ്തകങ്ങളിലും വലിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എലികൾ ഏത് ജീവിയിൽ നിന്നും എവല്യൂഷന്റെ ഭാഗമായി പിരിഞ്ഞു വന്ന ജീവിയാണെന്നും അറിയില്ല. എലികൾ ഏത് രാജ്യത്തിൽ നിന്ന് വന്ന ജീവിയാണെന്നും അറിയില്ല. എലികൾ എന്നത് ഒരു റോഡൻസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ജീവികളാണ്, അതായത് കുറിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ജീവികൾ. അതേപോലെ റോഡൻസ് ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് ജീവികളാണ് മുയൽ, അണ്ണാൻ, മുള്ളമന്നി. എലികൾ ഇങ്ങനെ 24 മണിക്കൂറും കുറിച്ചുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെ ഒരു വലിയ കാര്യം തന്നെയുണ്ട്. എലികൾ ഇങ്ങനെ 24 മണിക്കൂറും കുറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ ഇത് തെറ്റാണ്. എലികളുടെ മുമ്പിൽ 2 പല്ല് എന്നത് വർഷം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിനെ കറക്റ്റായിട്ട് വയ്ക്കാനും കറക്റ്റ് ഷേപ്പിൽ ഇരിക്കാനുമാണ് എലികൾ 24 മണിക്കൂറും കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ശരിക്കും 60 to 70 ടൈപ്പ് എലികൾ മാത്രമാണ് ഉള്ളത്. അതിലെ കുറച്ച് എലികളെ മാത്രമാണ് മനുഷ്യന്മാർ പെറ്റായിട്ട് വളർത്തുന്നത്. എലികൾ എന്നത് പല ലുക്കിലും പല സൈസിലും പെട്ടക്കണ എലികളുണ്ട്. അതിലെ ഏറ്റവും ചെറിയ എലിയാണ് പിഗ്മി ജെർബോ. അതേപോലെ തന്നെ പപ്പുവ ന്യൂഗിനി എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ എലിയാണ് ബോസാവി വൂളി എന്ന എലി. ഈ എലി എന്നത് 35 സെന്റിമീറ്റർ നീളവും 1.5 കിലോഗ്രാം വെയിറ്റും ഒരു പൂച്ചയുടെ സൈസിലുണ്ടാവും ഈ എലി. ഈ എലികൾ എന്നത് 360 ഡിഗ്രി വിഷനുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ പറവകളിൽ നിന്ന് വരുന്ന അറ്റാക്കും ഇഴജന്തുക്കളിൽ നിന്ന് വരുന്ന അറ്റാക്കും ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും ഈ എലികൾക്ക്. എലികൾ എന്നത് ചകിരി വെച്ചും നല്ല തുണികൾ വെച്ചും അതുപോലുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചുമായിരിക്കും അത് അതിന്റെ വീടുണ്ടാക്കുന്നത്. ശരിക്കും ഈ പെണ്ണെലി എന്നത് 2 മാസത്തിൽ ഒരു പ്രാവശ്യം പ്രസവിക്കും. അതിൽ 8 മുതൽ 12 കുട്ടികൾ വരെ ഉണ്ടാവും. ആ ജനിച്ച കുട്ടികൾ വെറും 3 മാസത്തിൽ തന്നെ അടുത്ത പ്രസവത്തിന് റെഡിയാവും. അങ്ങനെ എലികൾ പ്രസവിച്ച് ഒരു ലോഡ് എലികളുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ജോഡി എലി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒരൊറ്റ വർഷം കൊണ്ട് 1500 എലികളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ എലികളുടെ പ്രസവ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് ഏകദേശം 2.5 ബില്യൺ എലികൾ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. ഈ ലോകത്ത് 2.5 ബില്യൺ എലികൾ ഉണ്ടെങ്കിലും അതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എലികൾ രാത്രി മാത്രം ഭക്ഷണം തേടുന്ന ഒരു ജീവിയാണ്. എലികൾ എന്നത് വേസ്റ്റ് ചാലുകളിലും ഡിച്ചുകളിലും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലും ജീവിച്ചു വരുന്ന ഒരു ജീവിയായതുകൊണ്ട് തന്നെ അതുമൂലം മനുഷ്യന്മാർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ എലികൾ കാരണം അങ്ങനെയൊരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1347 ബ്ലാക്ക് സീ വഴി യൂറോപ്പിൽ വന്ന 12 വലിയ കപ്പലുകളിൽ വലിയ മാരകരോഗം ലോകത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വന്ന 12 കപ്പലുകളിലെ പകുതി ആൾക്കാരും മരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി ആൾക്കാർ ശരീരം മുഴുവൻ കട്ടിയോടെ മരിക്കാനുള്ള അവസ്ഥയിലുമായിരുന്നു. ഇത്രയും പേരുടെ ജീവനെടുത്ത ആ രോഗത്തിന്റെ പേരാണ് പ്ലേഗ്. യൂറോപ്പിൽ വന്ന ആ കപ്പലുകളിലെ എത്രയും വേഗം തിരിച്ചയച്ചെങ്കിലും പ്ലേഗ് എന്നൊരു രോഗം യൂറോപ്പ് മുഴുവനും പടർന്നിട്ടുണ്ടായിരുന്നു. ആ പ്ലേഗ് കാരണം 50 മില്യൺ ആൾക്കാരായിരുന്നു അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും പേരുടെ ജീവനെടുത്ത പ്ലേഗ് എന്ന രോഗത്തിന്റെ കാരണകാരി വലിയൊരു ശതമാനം എലികളാണ്. എലികളും മനുഷ്യന്മാരും തമ്മിലുള്ള യുദ്ധം പ്ലേഗ് രോഗം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഡോഡോ പക്ഷികൾ താമസിക്കുന്ന ദ്വീപിൽ മനുഷ്യന്മാർ കപ്പല് കൊണ്ടുപോയി ആ കപ്പലിലെ എലികൾ ആ ദ്വീപിൽ കയറി ആ ദ്വീപിലെ ഡോഡോ പക്ഷികളുടെ മുട്ടകളെ മുഴുവൻ കഴിക്കുകയും ആ ഡോഡോ പക്ഷികളെ മുഴുവനും വംശനാശത്തിൽ എത്തിക്കാൻ വലിയൊരു കാരണമായതും ഈ എലികൾ തന്നെയാണ്. ഈ എലികളുടെ തുടക്കം ഏത് രാജ്യത്തിൽ നിന്നാണെന്ന് അറിയില്ലെങ്കിലും ഈ എലികൾ ഈ ലോകം മുഴുവൻ പടരാൻ കാരണം മനുഷ്യന്മാർ കപ്പൽ യാത്ര തുടങ്ങിയ സമയത്താണ്. ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന എലികളെ ഒരൊറ്റയടിക്ക് കൊല്ലാൻ സാധിക്കുമോ ചോദിച്ചാൽ അത് പറ്റില്ല. എന്നാൽ ന്യൂസിലൻഡ് 2050ഓടുകൂടെ ആ രാജ്യത്തിലെ എല്ലാ എലികളെയും ഇല്ലാതാക്കാൻ ന്യൂസിലൻഡ് ഗവൺമെന്റ് ജനറ്റിക് രീതിയിൽ എലികളെ ഉണ്ടാക്കി അത് പ്രസവിക്കാത്ത രീതിയിൽ ആക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലെ രാജസ്ഥാനിൽ എലികൾക്ക് വേണ്ടി ഒരു അമ്പലം തന്നെ ഉണ്ട്. എലികളെ ഇത്ര കുറ്റം പറഞ്ഞാലും എലികൾ കാരണം മനുഷ്യന്മാർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഈ എലികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യന്മാർക്ക് രോഗത്തിനുള്ള മരുന്ന് ലഭിക്കുന്നത്. എലികളുടെയും മനുഷ്യന്മാരുടെയും ജനറ്റിക്സ് ഒരേ രീതിയിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ രോഗത്തിനുള്ള മരുന്നുകളും എലികളുടെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും മനുഷ്യന്മാർക്ക് തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.